നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു റവ ഉപ്പുമാവാണ് കേട്ടോ. ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓരോരുത്തരും അവരുടേതായ ഇഷ്ടത്തിലായിരിക്കും ചെയ്യണത്. അപ്പം ഞാനെങ്ങനെയാണ് റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. നമ്മൾ ചട്ടിയെടുപ്പ് വെച്ചു, എണ്ണ ഒഴിച്ചു. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ഇട്ടു. പിന്നീട് നമ്മൾ കറിവേപ്പില ഇട്ടു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അതിനെ നമ്മൾ നന്നായിട്ട് വഴറ്റുക. സ്വല്പം ഉപ്പും ചേർക്കണം. വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേറ്റവും മെയിൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇഞ്ചി. അത് വിട്ടുപോയിട്ടോ. അതിനെ ഞാൻ ചേർത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ ചേർക്കാൻ പറ്റിയിട്ടില്ല. ഇഞ്ചി മസ്റ്റാണ്. അത് കൊത്തി എരിഞ്ഞ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഇടുമ്പം ഉപ്പുമാവിന് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കുക. അത് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞാൻ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ വെള്ളം എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇട്ട് അത് നല്ല തിള വരുമ്പം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ള ആ തേങ്ങ ഇടുക. ഇനി തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ തേങ്ങ ഇട്ട ഒരു വേറെ ടേസ്റ്റാണ്. അതിനുശേഷം ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ റവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വരും. ഇത് കുഴഞ്ഞ് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ തട്ടിപ്പൊത്തി മൂടി വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എടുക്കുക. ഇടയ്ക്ക് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുമുണ്ടോ. എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ ഉപ്മാവാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്